ഗൈസ്, വാട്സ്ആപ്പ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ മഴയുടെ ഒരു ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ റോഷ്നി സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. അവർക്ക് സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ഒന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഒരു പ്രാക്ടീസിന് വേണ്ടി സ്കൂളിൽ പോകാനിരിക്കുകയാണ്. മഴ കാരണമാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വെളിയിൽ വന്ന് നിന്ന് മഴ ഇച്ചിരി തോന്നു പോകാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ മഴ ചാറിക്കൊണ്ടേ ഇരിക്കുക. സിംബക്കുട്ടൻ ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടി വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. എന്തായാലും മഴ തോരട്ടെ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ റോഷ്നിയുടെ സ്കൂളെത്തി കേട്ടോ. മോൾ അങ്ങോട്ട് കയറി പോവുകയാണേ, സ്കൂളിലോട്ട് പോവുകയാണേ. മഴ കാരണം ഭയങ്കര വെള്ളം അവിടെയൊക്കെ. ഇത് ഓഫീസാണേ. അങ്ങനെ അങ്ങോട്ട് പോവുക. സ്കൂളിൽ ഭയങ്കര വെള്ളം ആയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മഴയല്ലായിരുന്നോ 2-3 ദിവസത്തേക്ക്. അവിടെ പണി നടക്കുന്നുണ്ടേ. അപ്പോൾ സ്കൂളിലോട്ട് പോവുകയാണേ, അകത്തോട്ട് പോവുകയാണ്. അവർ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവുക. ഇതാണ് അവളുടെ സ്കൂള് ഫുള്ള് ഒന്ന് ഞാൻ കാണിക്കാം. ഇത് അവളുടെ ഒരു ടീച്ചറാണേ. ടീച്ചറുടെ ഹായ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. അവിടെ പണി നടക്കുന്നു, ചേട്ടന്മാർ പണിയുന്നു. അതാണ് അവിടെ എല്ലാവരും. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണേ. ഇത് മോളുടെ 1ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്, റയാനത്ത് മിസ് ഒരു ഹായ് പാസ്സാക്കുന്നുണ്ട്, ഹായ്. അതിനുശേഷം കുഞ്ഞുമക്കളുടെ ഡാൻസ് പ്രാക്ടീസാണെന്നേ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അവരും ഈ പ്രോഗ്രാമിലുണ്ട്. അപ്പോൾ പ്രാക്ടീസ് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. മിസ്സന്മാരും കൂടെ നിന്ന് അവരെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഹായ് പറഞ്ഞു. മോളുടെ മലയാളം മിസ്സാണ് ഇത്. അതിനുശേഷം നേരെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോവുകയാണേ. റോഷ്നി അവിടെ കൂട്ടുകാരായിട്ട് സെറ്റായി നിൽക്കുകയാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ടീച്ചർ നടന്നു വരുന്നുണ്ട്. മോളുടെ ഇംഗ്ലീഷ് മിസ്സാത്. അവർ ഹായ് പറഞ്ഞു, ഹായ്. മിസ്സ് പോയി. അതിനുശേഷം എന്താണ്ട് അങ്ങോട്ട് നടന്നു വന്നു. കൂട്ടുകാരെ എല്ലാം നമുക്ക് കാണാം. റോഷ്നിയുടെ കൂട്ടുകാരാണ്. അവരും നമ്മളെ നോക്കിയൊരു ഹായ് പറഞ്ഞു, ഹായ്. അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ കാണാം, വാ. റോഷ്നിയുടെ സ്കൂളിൽ വന്നിട്ട് റോഷ്നിയുടെ ടെക്സ്റ്റ് വാങ്ങിക്കാനായിട്ട് വന്നതാണേ. അപ്പോൾ അതാണ്ട് റോഷ്നിയുടെ ടെക്സ്റ്റ് റോഷ്നിയുടെ ഹായ് ചേച്ചി എടുക്കുവാണേ. എൻ്റെ ടെക്സ്റ്റല്ല 5ലോട്ടുള്ള ടെക്സ്റ്റല്ല ആണേ. അപ്പോൾ ചേച്ചി നമുക്ക് ടെക്സ്റ്റ് എല്ലാം എടുത്തു തന്നു. ഇതാണ് മോളുടെ 5 സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ്. വീണ്ടും നമ്മൾ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസ്സിൻ്റെ മോൾ അത് കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവർ പ്രാക്ടീസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ റോഷ്നിയുടെ ടീച്ചേഴ്സാണ് ഇത്. അപ്പോൾ അവരെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, അപ്പോൾ ഒരു സപ്പോർട്ടിങ് പറഞ്ഞേരെ. ഓക്കെ. പിന്നീട് അവരെല്ലാവരും സ്റ്റേജിൽ കയറിയാണ് പ്രാക്ടീസ് തുടങ്ങിയത്. സ്റ്റേജിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കുറച്ച് നേരം. അപ്പോൾ മിസ്സിൻ്റെ മോള് പിന്നെയും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പ്രാക്ടീസ് നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാക്ടീസൊക്കെ അവസാനിച്ചതിന് ശേഷം കൂട്ടുകാരുമൊത്തൊരു ഹായ് ഒക്കെ പറഞ്ഞ് ഞാനും റോഷ്നി വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പോൾ ദാണ്ട് മിസ്സിൻ്റെ മോൾ അവിടെ ഇരുന്ന് ഹായ് ഒക്കെ പറയുന്നുണ്ട്, മിസ്സും പറയുന്നുണ്ട്. അങ്ങനെ റോഷ്നി മോളുടെ ടെക്സ്റ്റൊക്കെ എടുത്തുകൊണ്ട് ദാണ്ട് പുറത്തോട്ട് എൻ്റെ വണ്ടി എടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാം ഗായ്സ്. അപ്പോൾ റോഷ്നിയുടെ സ്കൂളിൽ നിന്ന് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നതിൻ്റെ വെപ്രാളം വന്നേ കാണിക്കുന്നത്. ദാണ്ട് സിംബയുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നൊന്ന് കുളിച്ച് ഫ്രഷായതിന് ശേഷം ഇരിക്കുമ്പോഴായിരുന്നു റോഷ്നി മോൾക്കൊരു കൊറിയർ വന്നത്. അങ്ങനെ മോളുടെ കയ്യിൽ അത് കൊടുത്തിട്ട് നോക്കുമ്പോൾ അവളെ ടെക്സ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 5ാം ക്ലാസ്സിലേക്കുള്ള ടെക്സ്റ്റുകളൊക്കെ ഒന്നും നോക്കിയില്ലെന്നുള്ള പരാതി വേണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണേ. പിന്നെ കുറച്ച് സ്നാക്സ് വാങ്ങിയിരുന്നേ, അത് കാണിക്കാം. ടിലോ 2 എണ്ണം, ഓറിയോയുടെ 2 പാക്കറ്റ്, പിന്നെ ഇത് മൂൺ സീൽസ് എന്ന് പറയുന്ന ആ ഒരു സ്നാക്ക്, പിന്നെന്ന് പറഞ്ഞത് ഇത് ലേസ് ക്രീം ആൻഡ് ഒനിയൻ. നെക്സ്റ്റ് വേഫർ, നെബാട്ടിയുടെ വേഫർ ചീസ് ഫ്ലേവറാണ് മേടിച്ചത്. പിന്നെന്ന് പറഞ്ഞാൽ പൊട്ടറ്റോയുടെ ബിസ്ക്കറ്റ്, അത് ഞങ്ങൾ ഗ്രീൻ കളറാണ് മേടിച്ചത്, പുതിയ രീതിയിലുള്ള ഗ്രീൻ കളർ, അതും ലേസിൻ്റെ ഫ്ലേവറേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഈവനിങ് പിന്നെ മഴയായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ പിന്നെ രാത്രിയിൽ പിന്നെ ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മുടെ കഫേ ക്യൂബ എന്ന് ഫുഡ് ഓർഡർ കൊണ്ടുവന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഹോട്ടലാണ് കഫേ ക്യൂബ, സൂപ്പറാണേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒരു ഗുഡ് നൈറ്റ് പറയാൻ റൂമിൽ വന്നതാണേ ചാപ്പോ. അപ്പുറത്തുണ്ട് സിംബ, ഇനി അങ്ങോട്ട് പോകണം ഉറങ്ങാൻ. ഇപ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണേ. അങ്ങനെ നിന്ന് ചാപ്പക്കുട്ടൻ സിംബക്കുട്ടൻ്റെ അടുത്തേക്ക് പോയേ ഉറങ്ങാൻ. അപ്പോൾ റോഷ്നി മോളും ഉറങ്ങാൻ പോവാണ്.
ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്, ഗുഡ് നൈറ്റ്, ടാറ്റാ.